നെല്ലിക്കാച്ചാറിന് വേണ്ട സാധനങ്ങളാണ്. ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഇത് ഞാൻ ഇതിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ. അരകല്ലൊക്കെ ഉണ്ടെന്നും ഒരിക്കലും അതാ നല്ലത്. അരകല്ല് വെച്ച് ഇതങ്ങ് ചതച്ചെടുക്കുകയാണെന്ന് ഒരിക്കലും ചതച്ച് അതിൻ്റെ ഇത് തിരിച്ച് ഇങ്ങനെ ചതച്ചിഞ്ഞെടുക്കണം. എന്നാൽ പിന്നെ നമുക്ക് കൂടുതൽ രുചിയാണ്. ഞാൻ അതിനാവശ്യമായ നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഏതായാലും കുഴപ്പമില്ല. നീ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഞാനിതിനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അതിനാവശ്യമുള്ള കടുക് ഇട്ടു. ഇനി അതങ്ങ് പൊട്ടട്ടെ. കാരണം ഇത് കുറച്ചേ ഉള്ളൂ. നാടൻ നെല്ലിക്ക കിട്ടിയതാണ്. അപ്പോൾ അത് പുതിയ മോഡലിലാണ് ഞാൻ വെക്കുന്നത്. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പൂത്ത് പോകില്ല. നമുക്ക് പുറത്ത് വയ്ക്കാം. കറിവേപ്പില അതിനകത്തോട്ട് പൊട്ടിക്കഴിഞ്ഞ് ഇനി ഇതിനകത്ത് ഞാൻ ഈ ഇഞ്ചി ചതച്ചത് അങ്ങോട്ടൊന്ന് ഇടുക. അതിനകത്തോട്ട് ഞാൻ ലൈറ്റ് കറണ്ട് പോയി, ഇത് കാരണം ചെറിയരുത്. ഞാനൊരു 3 സ്പൂണ് ഇതുവിട്ട് ഈ നെല്ലിക്ക ഇത് ഞാൻ 2 ദിവസം ഉണങ്ങി എടുത്ത് വെച്ച നെല്ലിക്ക കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്ക ഞാൻ ഇതിനകത്തോട്ട് ഇടുക. നമുക്കിത് പൂക്കാതെ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിനി ഇതിനകത്തോട്ട് ഒരു ശകലം വിനാഗിരി കൂടി ഒഴിക്കാം. എന്നാൽ നമുക്ക് സൂപ്പറായിട്ട് കിട്ടും. അതിന് ആവശ്യമായ ഉപ്പ് പൊടി, ഈ നെല്ലിക്ക എത്ര കാലം ഇരുന്നാലും ഇത് പൂത്ത് പോകുകയില്ല. നമുക്ക് പുറത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. ആ വിനാഗിരി ആ മുളക് പൊടിയോട് കൂടി ചേർന്ന് പറ്റി ചേർന്നു. അപ്പോൾ ഇതിനകത്ത് വെള്ളമില്ല. നെല്ലിക്കായുടെ വെള്ളം അങ്ങ് പോയി പിന്നെ മാങ്ങായുടെ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ വിനാഗിരി അങ്ങോട്ട് പറ്റി ചേരുകയും ചെയ്തു. ഇത് നാടൻ നെല്ലിക്കായുമാണ്. അപ്പോഴിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് പുറത്തിരിക്കും. നമുക്കിത് കഴിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് മരവിപ്പിച്ച് കഴിക്കണമെന്നില്ല. എല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പറാണെങ്കിൽ സബ്സ്ക്രൈബും കമൻസൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.